ഹായ് കൂട്ടുകാരെ, നമ്മുടെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് മലയാള പാഠഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ആദ്യം ചർച്ച ചെയ്യാം. നമുക്കറിയാം, ആദ്യത്തെ 3 യൂണിറ്റ് വരെ നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് പ്രധാനമായി പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ പരീക്ഷയ്ക്ക് 4ാമത്തെ യൂണിറ്റ് മുതലാണ് ആരംഭിക്കുന്നത്. രസിതം യൂണിറ്റിലെ നെഹ്റു ട്രോഫി വള്ളംകളി മുതൽ മേളിതം യൂണിറ്റിലെ മുരളി കണ്ട കഥകളി വരെയുള്ള പാഠഭാഗങ്ങളായിരിക്കും നമുക്ക് ഈ പരീക്ഷയ്ക്ക് വരുന്നത്. ഇതിൽ നിന്നും പ്രധാനമായി എന്തെല്ലാം കാര്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 4ാമത്തെ യൂണിറ്റിലെ രസിതം, നെഹ്റു ട്രോഫി വള്ളംകളി, ആ പാഠഭാഗം തന്നെ നമുക്കറിയാം ഒരു തത്സമയ വിവരണമാണ്. അത് ഒരു വള്ളംകളിയുടെ തത്സമയ വിവരണമാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ, ഒരു കായിക വിനോദത്തിൻ്റെ തത്സമയ വിവരണം പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തത്സമയ വിവരണം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം നിർമ്മിക്കുന്ന ചോദ്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം തൊട്ടു മുൻപിലെ 1 2 വർഷത്തെ ചോദ്യങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നത് ചോദ്യകർത്താവിൻ്റെ കഴിവിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തൊട്ടു മുൻപത്തെ വർഷത്തെ ചോദ്യവുമായി സാമ്യം കുറവായിരിക്കും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് 2 3 വർഷം മുമ്പത്തെ ചോദ്യ പാറ്റേണുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരിക്കലും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരികയുമില്ല. നമുക്കറിയാം, തത്സമയ വിവരണം മുൻ വർഷങ്ങളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നുകൊള്ളണമെന്നില്ല. അതിനാൽ നിങ്ങളുടെ സ്കൂളിൽ കായികമേളയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കായിക വിനോദത്തെക്കുറിച്ച് തത്സമയ വിവരണം തയ്യാറാക്കാൻ ചോദിക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞത് വള്ളംകളിയെക്കുറിച്ചുള്ള ഒരു തത്സമയ വിവരണമാണ്. അത്തരത്തിൽ ശ്രോതാക്കളെ, ഈ തത്സമയ വിവരണം കേൾക്കുന്ന ശ്രോതാക്കളെ ആകർഷിക്കുന്ന ഭാഷയിലായിരിക്കണം നിങ്ങളുടെ തത്സമയ വിവരണം തയ്യാറാക്കേണ്ടത്. ഒരുപക്ഷെ നേരിട്ട് കാണാത്ത ആളെ സംബന്ധിച്ചിടത്തോളം തത്സമയ വിവരണം കേട്ടാൽ അവരുടെ മനസ്സിൽ ആ ഒരു കളി കാണുന്ന ഫീല് ഉണ്ടാകണം. ആ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ തത്സമയ വിവരണം എഴുതേണ്ടത്. തത്സമയ വിവരണത്തിൻ്റെ മാതൃകകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നൽകുന്നതാണ്. അത് കണ്ട് നിങ്ങൾ ആ തത്സമയ വിവരണം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്, വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളുടെയും വിശേഷണങ്ങൾ അല്ലെങ്കിൽ അപരനാമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പരിസര പഠനവുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്, അതേപോലെ മലയാളവുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് മലയാളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. രാഷ്ട്രപിതാവ് നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ്. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് നമ്മുടെ പാഠഭാഗത്ത് തന്നെയുണ്ട്, ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവാണ്. ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കറാണ്. ഏഷ്യയുടെ പ്രകാശം ശ്രീ ബുദ്ധനാണ്. വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരള ഗാന്ധി ആരാണ്? കെ കേളപ്പൻ. അപ്പോൾ ഭരണഘടനാ ശില്പി ആരാണ്?
ഡോക്ടർ അംബേദ്കർ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഒന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരും കമൻ്റ് ചെയ്യണേ, മറക്കരുത്. എല്ലാവരും കമൻ്റൊക്കെ ഇട്ടല്ലേ? എങ്കിൽ സാറ് പറയാം. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു പാഠഭാഗമാണ് ആരു പഠിപ്പിക്കുമെന്നത്. ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയ ബീർബൽ കഥയാണ് ആരു പഠിപ്പിക്കും എന്ന പാഠഭാഗം. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര സദസ്സാണ് ഈ കഥയിലെ പശ്ചാത്തലം. തൻ്റെ പാണ്ഡിത്യം മെച്ചപ്പെടുത്താനായി അധ്യാപകരെ ആവശ്യപ്പെട്ട അക്ബർ ചക്രവർത്തിക്ക് മുന്നിൽ ബീർബൽ ഒരുക്കി നിർത്തുന്നത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ്. ഇതു കണ്ട് കോപാകുലനായ ചക്രവർത്തിയെ ബീർബൽ രസകരവും ചിന്തോദ്ദീപകവുമായ ചോദ്യങ്ങളിലൂടെ അമ്പരപ്പിക്കുന്ന കാഴ്ച നിങ്ങളിലേവരിലും കൗതുകമുണർത്തിയതാണ്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംഭാഷണം, ആ കഥാഭാഗത്തെ ഒരു സംഭാഷണ രൂപത്തിലേക്ക് മാറ്റിയെഴുതാൻ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഥാഭാഗം തന്നിട്ട് ആ കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം പരീക്ഷകൾക്ക് വരാറുണ്ട്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാണ് സംഭാഷണം. അതുകൊണ്ട് സംഭാഷണത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിളംബരം തയ്യാറാക്കുക എന്ന ചോദ്യം. ഒരു വിളംബരം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കൂളിലെ ഏതെങ്കിലും ഒരു പരിപാടിയെക്കുറിച്ചോ മറ്റോ വിളംബരം തയ്യാറാക്കാൻ ആവശ്യപ്പെടാം. സ്കൂളിൽ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ വാർഷിക കലാമേളയെക്കുറിച്ച് ഒക്കെ വിളംബരം ഡും 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 മാന്യമഹാജനങ്ങളെ എന്നുള്ള രൂപത്തിൽ അറിയിപ്പോടുകൂടിയുള്ള വിളംബരം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ചോദ്യപേപ്പറിൽ ഒരു സന്ദർഭം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിളംബരം തയ്യാറാക്കാനുള്ള പ്രവർത്തനമായിരിക്കും. പ്രധാനമായി വിളംബരം എന്ന് പറഞ്ഞാൽ രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ് വിളംബരം. രാജസേവകർ പെരുമ്പറ പോലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ച് രാജകൽപ്പനകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്തിരുന്നത്. ഈ കാര്യം കുട്ടികളെ ബോധ്യപ്പെടുത്തിയ പ്രവർത്തനം നിങ്ങൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ജനങ്ങളെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കാൻ വേണ്ടി ജനങ്ങളെ വിവരമറിയിക്കാനായി നമ്മൾ ഇന്ന് പ്രധാനമായി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. ചിലപ്പം കുറച്ചുകൂടിയൊക്കെ മുമ്പേ ആയിരുന്നു നോട്ടീസ്, പോസ്റ്റർ, മൈക്ക് കെട്ടി വണ്ടിയിൽ ഇങ്ങനെ പ്രചരണം നടത്തുമായിരുന്നു, പത്രത്തിൽ പരസ്യം കൊടുക്കുമായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. TV ഇതിൽ അറിയിപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഏറ്റവും മുൻപ് ഉണ്ടായിരുന്നതായിരുന്നു വിളംബരം. ഇന്ന് വിളംബരങ്ങൾ വളരെ കുറവാണ്. സർക്കാർ അറിയിപ്പുകൾ ഇന്ന് വിജ്ഞാപന രൂപത്തിൽ പത്രങ്ങളിലൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ പാഠത്തിൽ ഒരു വിളംബരം തയ്യാറാക്കിയിട്ടുണ്ട്. നോട്ട്ബുക്കിലൊക്കെ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത്തരത്തിൽ വിളംബരം തയ്യാറാക്കാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു മാതൃക നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം.
പിന്നെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ചിഹ്നകങ്ങൾ. നിങ്ങൾ ചിഹ്നങ്ങൾ നമ്മുടെ വാക്യങ്ങളിലുള്ള ചിഹ്നങ്ങൾ, അതായത് വാക്യത്തിന് അർത്ഥപൂർണത വരുത്താനാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. തന്നിട്ടുള്ള ചിഹ്നങ്ങൾ ചേർന്നു വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കുട്ടികൾ കണ്ടെത്തി എഴുതുക എന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? വാക്യങ്ങളിലുള്ള ചിഹ്നങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഊഹിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. ശരിയായ ഉപയോഗം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫുൾ സ്റ്റോപ്പ്, അതിന് മലയാളത്തിൽ പറയുക ബിന്ദു എന്നാണ്. അതേപോലെ നമ്മൾ കോമ എന്ന് പറയാറില്ലേ, അതിന് മലയാള പേര് അങ്കുശം. ചോദ്യചിഹ്നത്തിന് കാകു, ചോദ്യചിഹ്നം. പിന്നെ രണ്ട് പൂച്ച മാന്തിയത് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഉദ്ധരണിയിലാക്ക്, ഇൻവെർട്ടഡ് കോമ, അതിന് ഉദ്ധരണി എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ നമുക്ക് ചോദ്യമാണെങ്കിലും മറ്റു വാക്യങ്ങളാണെങ്കിലും ഒരു വാക്യത്തിൽ കുത്തബ് മിനാർ പോലെ ഉള്ള ചിഹ്നം, വിക്ഷേപിണി എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലൊക്കെയുള്ള ചിഹ്നങ്ങൾ ചേർക്കാൻ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് എഴുതി വെക്കണേ. ഇനി മറ്റൊരു യൂണിറ്റിലേക്ക് കടക്കാം. മധുരം എന്ന് പറഞ്ഞ യൂണിറ്റ്. നമുക്കറിയാം, ഊണിൻ്റെ മേളം, താളും തകരയും എന്നീ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ പ്രധാനമായി ചോദിക്കാറുള്ളത് ഒരു പാചകക്കുറിപ്പ് എഴുതുക എന്ന ചോദ്യമാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ചേരുവകൾ, ആവശ്യമായ വസ്തുക്കൾ അതാദ്യം എഴുതും. എന്നിട്ട് പാചകക്കുറിപ്പ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്ന രീതി അത് എഴുതും. ഇതാണ് പാചകക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പലതരത്തിലുള്ള വസ്തുക്കളെ ടി വിയിലും മറ്റുമൊക്കെ ഷോ കാണാറുണ്ട്, മാഗസിനുകളിൽ പാചകക്കുറിപ്പുകൾ കാണാറുണ്ട്, യൂട്യൂബിൽ നമ്മൾ പാചകക്കുറിപ്പ് കണ്ട് പല വസ്തുക്കളും അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ക്ലാസ്സിലൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പാചകക്കുറിപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ സാധനങ്ങൾ, അതേപോലെ പാചകം ചെയ്യുന്ന രീതി, ഇവ ഉൾപ്പെടുത്തിയാൽ പാചകക്കുറിപ്പായി. പിന്നെ മാറി വന്ന ഭക്ഷണശീലത്തെക്കുറിച്ച്, ഭക്ഷണ രീതിയെക്കുറിച്ച്, നമ്മുടെ പുതിയ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതുകൊണ്ട് താളം തകരയും എന്ന പാഠഭാഗത്ത് നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ഭക്ഷണശീലത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബർഗറും കുഴിമന്തിയും ബിരിയാണിയും ഉൾപ്പെടെയുള്ള ജങ്ക് ഫുഡുകളെക്കുറിച്ചും ഫാസ്റ്റ് ഫുഡുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്കറിയാം. ദിവസവും അത് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചറിയാം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു വിവരണം, കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കിയാൽ അതിനും നല്ല ഗ്രേഡ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എന്നാൽ പരീക്ഷയ്ക്ക് വളരെ വേഗത്തിൽ മാർക്കുകൾ നേടാനും കഴിയും. ഇനി നമുക്ക് മേളിതം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത് എന്നൊന്ന് നോക്കിയാലോ. മേളിതം എന്ന് പറഞ്ഞ് യൂണിറ്റിൽ മലയാളം എന്ന കവിതാഭാഗമുണ്ട്. നമ്മുടെ കേരള നാടിനെക്കുറിച്ചും ഉള്ള ധാരാളം കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആസ്വാദനക്കുറിപ്പിനെക്കുറിച്ച് LSSുമായി ബന്ധപ്പെട്ട് മലയാള പാഠഭാഗങ്ങളുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. അത് നിങ്ങൾ പോയി കാണണം. അതിൽ വളരെ വിശദമായിട്ട്
എങ്ങനെയാണ് ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആദ്യം വേണ്ടത് കവി പരിചയമാണ്. ഈ കവിത എഴുതിയ ആളുടെ കുറിച്ചുള്ള ഒരു പരിചയം, ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഉൾപ്പെടെയുള്ള പ്രശസ്ത കവി എന്നങ്ങ് തുടങ്ങാം. ഇന്നയാൾ എഴുതിയ അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പോയിന്റ് റെഡിയായി. എന്നിട്ട് കവി പരിചയം കഴിഞ്ഞാൽ കവിതയുടെ ആശയം, കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്, അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ശബ്ദഭംഗി, താളഭംഗി, അവസാനം നമുക്കറിയാം, നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചാൽ, സദ്യയൊക്കെ കഴിച്ചാൽ, പായസം കുടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയൂലേ, നല്ല മനോഹരമായിട്ടുള്ള നല്ല മധുരമുള്ള പായസം, നല്ല അടിപൊളി സദ്യ എന്നൊക്കെ. അതുപോലെ നമ്മൾ കവിത വായിച്ച് ആസ്വദിച്ച ശേഷം കവിതയെക്കുറിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തണം. ഒരുപക്ഷെ കവിത മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഒരു കഥാഭാഗം തന്നും ആസ്വാദനക്കുറിപ്പ് ചോദിക്കാറുണ്ട്. അപ്പം ആ സമയത്തും മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വരികൾക്ക് പകരം ഇഷ്ടപ്പെട്ട കഥാസന്ദർഭമാണ് എഴുതേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ കവി പരിചയത്തിനു പകരം ആ കഥ എഴുതിയ ആളുടെ പരിചയമാണ് വേണ്ടത്. പിന്നെ മുരളി കണ്ട കഥകളി ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ കഥകളിയുടെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ്, കഥകളിയിലെ പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാണ്, വാദ്യോപകരണങ്ങൾ, പലതരത്തിലുള്ള വാദ്യോപകരണങ്ങളുണ്ട്, തുകൽ വാദ്യങ്ങൾ, അത്തരത്തിലുള്ള വാദ്യ ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ, കഥകളിയുടെ ആരംഭത്തിലുള്ള ചടങ്ങുകൾ, ഇതൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം. മുരളി കണ്ട കഥകളി എന്ന പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ അതിലുള്ള വേഷങ്ങളെക്കുറിച്ചും കഥകളിയുടെ ആരംഭത്തിലുള്ള ചടങ്ങുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ അസുരവാദ്യം, തുകൽ വാദ്യം എന്നിങ്ങനെയൊക്കെയുള്ള വാദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ചെണ്ട എന്നാൽ അസുരവാദ്യം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ചേങ്ങില, കൊമ്പ്, ശംഖ്, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക ഇവയൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ മലയാള വിഷയത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിയും. അതോടൊപ്പം വ്യവഹാര രൂപങ്ങളായ പോസ്റ്റർ, പ്രസംഗം തയ്യാറാക്കുക, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. പോസ്റ്റർ തയ്യാറാക്കുമ്പോഴാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ട് പോസ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം പോസ്റ്റർ എന്നാൽ പ്ലക്കാർഡ് അല്ല. പല കുട്ടികളും പലപ്പോഴും പോസ്റ്റർ എന്ന് പറയുമ്പോഴേക്ക് പ്ലക്കാർഡ് വരച്ച് വെക്കുന്ന ഒരവസ്ഥയുണ്ട്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമരിൽ ഒട്ടിച്ച് ബസ് സ്റ്റോപ്പിലും അതേപോലെ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഒട്ടിക്കുന്നതാണ് പോസ്റ്ററുകളായിട്ട് കാണുന്നത്. ഒരു വിവരം, ഒരു അറിയിപ്പ് നമ്മൾ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ, ലേ ഔട്ടുകൾ ഇവയിലൂടെയൊക്കെ മനോഹരമാക്കി കുറഞ്ഞ വാചകങ്ങളിലൂടെ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നതാണ് പോസ്റ്റർ. ആ രൂപത്തിൽ അതിമനോഹരമായി നിങ്ങൾ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടി പഠിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലയാളമാണ് ആദ്യത്തെ പരീക്ഷ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിൽ എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം A to Z
GK World YouTube channel. Bye bye. See you.